വാങ്ങുന്നതെല്ലാം മരുന്നല്ലെന്ന്. പിടിച്ചത് 5 ജില്ലകൾ. എന്താ സാർ കാര്യമായിട്ട് പത്രവായനയൊക്കെ ആണല്ലോ? ജേഷൻ, അതെ, നമ്മുടെ മനോരമയിൽ പത്രവാർത്തയിൽ കണ്ടില്ലേ, നമുക്ക് 5 ജില്ലകളിൽ നിന്നായിട്ട് 5 കോടി രൂപയിലേറെ ഉള്ള വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത്. 5 ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അറിഞ്ഞോ? 4.5 കോടി രൂപ ഉള്ള മരുന്നുകൾ, വ്യാജ മരുന്ന് പിടിച്ചത് പാലക്കാടിനാണ്. അത് മാത്രമല്ല, നോക്കുകയാണെങ്കിലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളാണ് നമുക്കുള്ളത്. ഒന്ന് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്രൈഡ്, പിന്നെ നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പിന്നെ ഹൃദ്രോഗം വരുന്നത് തടയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ അറ്റോർവാസ്റ്റാറ്റിൻ, ആസ്പിരിൻ ഗുളിക, ക്ലോപ്പിഡോഗ്രൽ, ചില ആൻറ്റിബയോട്ടിക്കുകൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട മരുന്നുകളാണ്. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൂടാതെ മരുന്നുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ളതാണ്. അപ്പോൾ നിങ്ങളിനി മരുന്നുകൾ മേടിക്കുമ്പോഴത്തേക്കും ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് മരുന്നുകൾ ഏതാണെന്നുള്ളത് തീരുമാനിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പണി കിട്ടിയാലോ. വേറൊരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു ഇതേ പത്രത്തിൽ തന്നെ. നമ്മുടെ മിഠായി പദ്ധതി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹമുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻസുലിൻ ഗവൺമെൻറ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് വളരെ ഫലവത്തായ ഫാസ്റ്റ് ആക്ടിങ് ഇൻസുലിനുകളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തെങ്ങാണ്ട് മറ്റേ ഒരു ഫണ്ടിൻ്റെ ഇഷ്യൂ കണ്ടതെന്ന് തോന്നുന്നു. പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഇൻസുലിൻ ഈ പറഞ്ഞ പോലെയുള്ള ഫാസ്റ്റ് ആക്ടിങ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻസുലിൻ്റെ മാറ്റം തന്നെ പല കുട്ടികളിലും രക്തത്തിലെ ഗ്ലൂക്കോസിൽ പല വ്യതിയാനം സംഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാലക്കാട് ഡയബറ്റീസ് വെൽഫെയർ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒത്തിരി പാരൻസും ഈ ഒരു കാര്യം വന്ന് പറയുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ഇൻസുലിൻ കൊണ്ട് കുട്ടികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു സർക്കാരിനൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ സർക്കാർ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഇൻസുലിൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളത് ഒരു അപേക്ഷയായിട്ട് തന്നെ സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.